നമസ്കാരം. ന്യൂസ് സ്റ്റാർ ന്യൂസിലേക്ക് സ്വാഗതം. ഞാൻ ഫിറോസ്. പ്രധാന വാർത്തകൾ. 70ാമത് നെഹ്റു ട്രോഫി ജലോത്സവത്തിന്റെ ഭാഗമായുള്ള ഓഫീസിന്റെ പ്രവർത്തനം ആരംഭിച്ചു. ആലപ്പുഴ RD ഓഫീസിൽ ആരംഭിച്ച ജലോത്സവ കമ്മിറ്റി ഓഫീസിന്റെ ഉദ്ഘാടനം അമ്പലപ്പുഴ MLA H. സലാം നിർവഹിച്ചു. കേരള സ്റ്റേറ്റ് ഇലക്ട്രിസിറ്റി ബോർഡ് പെൻഷനേഴ്സ് കൂട്ടായ്മയുടെ ആലപ്പുഴ ജില്ലാ പ്രതിനിധി സമ്മേളനം ബ്രദേഴ്സ് ഹാളിൽ സംഘടിപ്പിച്ചു. KCB മുൻ ബോർഡ് മെമ്പർ കൂടിയായ മുഹമ്മദ് അലി റാവുത്തർ പ്രതിനിധി സമ്മേളനത്തിന്റെ ഉദ്ഘാടനം നിർവഹിച്ചു. ഗവൺമെന്റ് മുഹമ്മദൻസ് ബോയ്സ് ഹയർ സെക്കൻഡറി സ്കൂളിലെ സാഹിത്യ ക്ലബിന്റെ നേതൃത്വത്തിൽ റേഡിയോ ക്ലബിന് തുടക്കമായി. അമ്പലപ്പുഴ MLA H. സലാം റേഡിയോ ക്ലബിന്റെ ഉദ്ഘാടനം നിർവഹിച്ചു. സംസ്ഥാനത്തെ പ്രധാന ഉൽപ്പന്നങ്ങളെല്ലാം കേരള ബ്രാൻഡിന് കീഴിൽ ഘട്ടം ഘട്ടമായി കൊണ്ടുവരുമെന്ന് സംസ്ഥാന കൃഷി വകുപ്പ് മന്ത്രി P. പ്രസാദ് അഭിപ്രായപ്പെട്ടു. FPO അംഗങ്ങൾക്കുള്ള ബോധവൽക്കരണ പരിപാടിയുടെ ഉദ്ഘാടനം നിർവഹിച്ച് സംസാരിക്കുകയായിരുന്നു മന്ത്രി. കുടുംബി സേവാ സംഘം അമ്പലപ്പുഴ താലൂക്ക് യൂണിയന്റെ 50ാമത് വാർഷിക സമ്മേളനം അമ്പലപ്പുഴ MLA H. സലാം ഉദ്ഘാടനം ചെയ്തു. കുടുംബി സേവാ സംഘം സംസ്ഥാന ജനറൽ സെക്രട്ടറി TS. ശരത് കുമാർ പ്രതിനിധി സമ്മേളനത്തിന്റെ ഉദ്ഘാടനവും നിർവഹിച്ചു. വാർത്തകൾ വിശദമായി. 70ാമത് നെഹ്റു ട്രോഫി ജലോത്സവത്തിന്റെ ഭാഗമായുള്ള ഓഫീസിന്റെ പ്രവർത്തനം ആരംഭിച്ചു. ആലപ്പുഴ RD ഓഫീസിൽ ആരംഭിച്ച ജലോത്സവ കമ്മിറ്റി ഓഫീസിന്റെ ഉദ്ഘാടനം അമ്പലപ്പുഴ MLA H. സലാം നിർവഹിച്ചു. നെഹ്റു ട്രോഫി ബോട്ട് റേസ് ഓഫീസിന്റെ ഉദ്ഘാടനം നടത്തി. ആലപ്പുഴ RD ഓഫീസിലാണ് NTBR ഓഫീസ് പ്രവർത്തിക്കുന്നത്. അമ്പലപ്പുഴ MLA H. സലാം പുതുതായി ആരംഭിച്ച ഓഫീസിന്റെ പ്രവർത്തന ഉദ്ഘാടനം നിർവഹിച്ചു. പ്രവർത്തനങ്ങളാണ് നെഹ്റു ട്രോഫി ജലോത്സവത്തിന്റെ വിജയത്തിന് അത് സൊസൈറ്റിയുടെ ഭാഗമായി നമ്മൾ സംഘടിപ്പിക്കുന്ന എല്ലാ കാര്യങ്ങളും സ്വാഭാവികമായിട്ടും നമുക്കെല്ലാം തന്നെ നല്ല പരിചിതമായ കാര്യങ്ങളാണ് സ്ഥിരമായി ചെയ്യുന്നത് തന്നെയാണ്. നമ്മുടെ ഒരു എക്സ്പീരിയൻസ് തന്നെയാണ് നെഹ്റു ട്രോഫി ജലോത്സവത്തിന്റെ ഓരോ വർഷത്തെയും മികവിന്റെ അടിസ്ഥാനം. നിശ്ചയമായി അങ്ങനെ വലിയ ടീം നമുക്ക് ആലപ്പുഴയിൽ ഉണ്ട് എന്നുള്ളതുകൊണ്ടാണ് ലോകോത്തരമായി തന്നെ പ്രശസ്തി ആർജിച്ച നമ്മുടെ ജലോത്സവം അങ്ങനെ സംഘടിപ്പിക്കാൻ നിശ്ചയമായിട്ടും കഴിയുന്നത്. ആ പ്രവർത്തനത്തിന് സബ് കളക്ടറുടെ നേതൃത്വത്തിലാണ് ആ ടീം എപ്പോഴും പ്രവർത്തിക്കുന്നത്. ആ പ്രവർത്തന കേന്ദ്രം എപ്പോഴും നമ്മൾ RD ഓഫീസ് തന്നെയാണ് പ്രവർത്തന കേന്ദ്രമായി നമ്മൾ സജ്ജീകരിക്കാറുള്ളത്. ഇതുവരേക്ക് നമുക്ക് ഏതെല്ലാം ആലപ്പുഴ സബ് കളക്ടർ സമീർ കിഷൻ, MV ഹൽത്താഫ്, ജില്ലാ ഇൻഫർമേഷൻ ഓഫീസർ സുമേഷ് തുടങ്ങിയവർ ചടങ്ങിൽ സംബന്ധിച്ചു. കേരള സ്റ്റേറ്റ് ഇലക്ട്രിസിറ്റി ബോർഡ് പെൻഷനേഴ്സ് കൂട്ടായ്മയുടെ ആലപ്പുഴ ജില്ലാ പ്രതിനിധി സമ്മേളനം ബ്രദേഴ്സ് ഹാളിൽ സംഘടിപ്പിച്ചു. KCB മുൻ ബോർഡ് മെമ്പർ കൂടിയായ മുഹമ്മദ് അലി റാവുത്തർ പ്രതിനിധി സമ്മേളനം ഉദ്ഘാടനം ചെയ്തു. പെൻഷൻ സുരക്ഷയ്ക്കും സാമൂഹിക ക്ഷേമത്തിനുമായി ഒരു സുതാര്യവേദി എന്ന മുദ്രാവാക്യവുമായി രൂപം കൊണ്ട KCB പെൻഷനേഴ്സ് കൂട്ടായ്മ ആലപ്പുഴ ജില്ലാ പ്രതിനിധി സമ്മേളനം നടത്തി. ജനറൽ ആശുപത്രി ജംഗ്ഷന് സമീപം ബ്രദേഴ്സ് ഹാളിൽ സംഘടിപ്പിച്ച സമ്മേളനം മുൻ KCB ബോർഡ് മെമ്പർ മുഹമ്മദ് അലി റാവുത്തർ ഉദ്ഘാടനം ചെയ്തു. ഒരൊറ്റ ലക്ഷ്യം, അതായത് ബോർഡിലെ പെൻഷൻകാർക്ക് അവർക്ക് ഭാവിയിൽ പെൻഷൻ ലഭ്യമാകുന്ന അല്ലെങ്കിൽ പെൻഷൻ ലഭിക്കാതിരിക്കുന്ന ഒരു അവസ്ഥയെ മാറ്റി എന്നും നമുക്ക് നമ്മുടെ ജീവിതകാലത്ത്, നമ്മുടെ സർവീസ് കാലത്ത് 10 കൊല്ലം മുതൽ 30-35 കൊല്ലക്കാലം വരെ ബോർഡിൽ പണിയെടുത്ത് കഷ്ടപ്പെട്ട് പണിയെടുത്ത് നമ്മൾ നേടിയെടുത്ത പെൻഷൻ നമ്മളെ മരിക്കുന്നത് വരെ നമുക്ക് ലഭിക്കാനും അതിനുശേഷം നമ്മുടെ പിൻഗാമികളായ നമ്മുടെ കുടുംബാംഗങ്ങളായ ആർക്കാണോ അവർക്ക് ലഭിക്കാനും വേണ്ടിയുള്ള പ്രവർത്തനത്തിന്റെ ആ ഒരു പ്രവർത്തന ലക്ഷ്യം മാത്രം മുന്നിൽ കണ്ടുകൊണ്ടാണ് നമ്മൾ ഈ പെൻഷനേഴ്സ് കൂട്ടായ്മ രൂപം കൊണ്ടത്. ഇതിനകത്ത് ഒരു രാഷ്ട്രീയവും ഇല്ല. മുൻ KCB ചീഫ് എഞ്ചിനീയർ TM ഗോപി സമ്മേളനത്തിൽ അധ്യക്ഷനായി. പെൻഷനേഴ്സ് കൂട്ടായ്മ സംസ്ഥാന ജനറൽ സെക്രട്ടറി AV വിമൽചന്ദ് മുഖ്യപ്രഭാഷണം നടത്തി. കൂട്ടായ്മ സംസ്ഥാന ഉപാധ്യക്ഷൻ ജെയിംസ് M. ഡേവിഡ്, മധ്യമേഖലാ സെക്രട്ടറി EP ശ്രീദേവി, ദക്ഷിണ മേഖലാ സെക്രട്ടറി R. ശ്രീദേവി, ഹെഡ്ക്വാർട്ടേഴ്സ് സെക്രട്ടറി N. ബാലഗോപാൽ, സംസ്ഥാന വെൽഫെയർ സമിതി കൺവീനർ ഗീത R. നായർ, സംസ്ഥാന നിർവാഹക സമിതി അംഗം S. വർഗീസ് തുടങ്ങിയവർ സംസാരിച്ചു. KCB മുൻ ഡെപ്യൂട്ടി ചീഫ് എഞ്ചിനീയർ M. അനിൽ സ്വാഗതവും വിജയൻ ചെട്ടിയാർ നന്ദിയും പറഞ്ഞു. ഉദ്ഘാടന സമ്മേളനത്തെ തുടർന്ന് മുൻ റവന്യൂ ഇൻസ്പെക്ടർ ചന്ദ്രദാസ് കേശവ പിള്ളയെ ചടങ്ങിൽ ആദരിച്ചു. ഗവൺമെന്റ് മുഹമ്മദൻസ് ബോയ്സ് ഹയർ സെക്കൻഡറി സ്കൂളിലെ സാഹിത്യ ക്ലബിന്റെ നേതൃത്വത്തിൽ റേഡിയോ ക്ലബിന് തുടക്കമായി. അമ്പലപ്പുഴ MLA H. സലാം റേഡിയോ ക്ലബിന്റെ ഉദ്ഘാടനം നിർവഹിച്ചു. നീ ചൊല്ലും പാട്ടിന്റെ നാടനാം ശീലുകൾ കേട്ടു
ഗവൺമെന്റ് മുഹമ്മദൻസ് ബോയ്സ് ഹയർ സെക്കൻഡറി സ്കൂളിൽ സാഹിത്യ ക്ലബിന്റെ നേതൃത്വത്തിൽ റേഡിയോ ക്ലബിന് തുടക്കമായി. വിദ്യാർത്ഥികളിലെ സാഹിത്യവാസന വളർത്തുന്നതിനും കഴിവുകളെ പ്രോത്സാഹിപ്പിക്കുന്നതിനും ആത്മവിശ്വാസം വളർത്തുന്നതിനുമായി ആരംഭിച്ച റേഡിയോ ക്ലബ്ബ് അമ്പലപ്പുഴ MLA H. സലാം റേഡിയോ എന്നുള്ളത് നമ്മുടെ മനുഷ്യ ചരിത്രത്തിലെ വളരെ പ്രധാനപ്പെട്ട ഒരു പോയിന്റാണ്, ഒരു ടേണിംഗ് പോയിന്റ് എന്ന് വരെ പറയാൻ പറ്റുന്ന കാര്യമാണ്. മനുഷ്യ വികാസത്തിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഭാഗം എന്ന് പറയുന്നത്, ഏറ്റവും നല്ല റോളുള്ളൊരു കാര്യം എന്ന് പറയുന്നത് കമ്മ്യൂണിക്കേഷനാണ്. നേടുന്ന അറിവുകളെ മറ്റു മനുഷ്യരിലേക്ക് പകർന്നു കൊടുക്കുക എന്നുള്ളത് വളരെ പ്രധാനമാണ്. എല്ലാ കണ്ടുപിടുത്തങ്ങളും എല്ലാ അറിവുകളും അതിരുകളില്ലാതെ മറ്റു മനുഷ്യരിലേക്ക് സന്നിവേശിപ്പിക്കാൻ കഴിയുന്നതിലൂടെയാണ് വിജ്ഞാനത്തിന്റെ വികാസം ഉണ്ടാകുന്നത്. മാധ്യമരംഗത്തേക്ക് വിദ്യാർത്ഥികളെ എത്തിക്കുന്നതിനാവശ്യമായ പ്രോത്സാഹനം നൽകുന്നതിനൊപ്പം സ്കൂളുകളുമായി ബന്ധപ്പെട്ട വിവരങ്ങൾ വിദ്യാർത്ഥികളിൽ എത്തിക്കുന്നതിനും പിറന്നാൾ ആശംസകൾ ഉൾപ്പെടെ കൈമാറുന്നതിനും റേഡിയോ ക്ലബിലൂടെ കഴിയുമെന്ന് അധികൃതർ ചൂണ്ടിക്കാട്ടി. സ്കൂളിലെ മലയാളം അധ്യാപിക S. രാജലക്ഷ്മി രചിച്ച് സെയിൽ ടാക്സ് എൻഫോഴ്സ്മെന്റ് ഓഫീസർ B. മുഹമ്മദ് ഫൈസൽ ഈണം നൽകി പാടിയ പ്രൊമോ സോങ് കേൾപ്പിച്ചായിരുന്നു റേഡിയോയുടെ പ്രവർത്തനത്തിന് ആരംഭം കുറിച്ചത്. സ്കൂൾ പ്രിൻസിപ്പൽ MN സിനി ചടങ്ങിൽ അധ്യക്ഷത വഹിച്ചു. കൗൺസിലർ സിമി ഷാഫി ഖാൻ, സ്കൂൾ റേഡിയോ ജോക്കി സൂര്യാനന്ദ, അനിഷേദ്, ന്യൂറ, മറ്റ് വിദ്യാർത്ഥികൾ തുടങ്ങിയവർ ചടങ്ങിൽ സംബന്ധിച്ചു. സംസ്ഥാനത്തെ പ്രധാന ഉൽപ്പന്നങ്ങളെല്ലാം കേരള ബ്രാൻഡിന് കീഴിൽ ഘട്ടം ഘട്ടമായി കൊണ്ടുവരുമെന്ന് കൃഷി വകുപ്പ് മന്ത്രി P. പ്രസാദ് അഭിപ്രായപ്പെട്ടു. FPO അംഗങ്ങൾക്കുള്ള ബോധവൽക്കരണ പരിപാടിയുടെ ഉദ്ഘാടനം നിർവഹിച്ച് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. സംസ്ഥാനത്തെ പ്രധാന ഉൽപ്പന്നങ്ങളെല്ലാം കേരള ബ്രാൻഡിന് കീഴിൽ ഘട്ടം ഘട്ടമായി കൊണ്ടുവരുമെന്ന് കൃഷി വകുപ്പ് മന്ത്രി P. പ്രസാദ് അഭിപ്രായപ്പെട്ടു. നാട്ടിലെ ഉയർന്ന നിലവാരമുള്ള ഉൽപ്പന്നങ്ങളും സേവനങ്ങളും തനത് കേരള ബ്രാൻഡിന് കീഴിൽ വിപണനം ചെയ്ത് ആഗോളതലത്തിൽ സ്വാധീനം ചെലുത്തുകയാണ് ലക്ഷ്യമെന്നും FPO അംഗങ്ങൾക്കുള്ള ബോധവൽക്കരണ പരിപാടി ഉദ്ഘാടനം ചെയ്തുകൊണ്ട് മന്ത്രി പറഞ്ഞു. കിട്ടില്ല, അവരെ കിട്ടിയ നിലം ഒരുക്കെങ്കിൽ മാത്രമേ ഇത് നടക്കുകയുള്ളൂ എന്ന തരത്തിൽ നിന്നിരുന്നില്ല. അത് മാറി, യന്ത്രങ്ങൾ വന്നു, അസ്വസ്ഥതകളൊക്കെ ഉണ്ടായിട്ടുണ്ടാവും അതിന്റെ ഭാഗമായി. പക്ഷേ ആ അസ്വസ്ഥതകൾ പുരോഗതിയുടെ ഭാഗമായിട്ടുണ്ടാവുന്ന കാര്യമാണ്. അപ്പം അത് വന്നു. പിന്നെ ഞാൻ പറഞ്ഞ കൊയ്ത്തിന്റെ പ്രശ്നം, അപ്പം കൊയ്ത്തിന് ആളിനെ വന്നേക്കുള്ളൂ, കൊയ്ത്തിന് ആരൊക്കെ ഇറങ്ങുമെന്നുള്ളതായി എണ്ണമൊക്കെ വന്നു. അതെല്ലാം മാറി, പുതിയ രീതിയെല്ലാം വന്നു. ഇത് മാത്രമല്ല നമ്മുടെ മുമ്പിലുണ്ടാകുന്ന പുതിയ പ്രശ്നങ്ങൾ. ഇതിനനുസരിച്ചുള്ള വീണ്ടും പുതിയ മാറ്റങ്ങളിലേക്ക് കാർഷിക മേഖല വരേണ്ടതായി വരുന്നു. അതെന്തിനാണെന്ന് ചോദിച്ചാൽ കാർഷിക മേഖലയെ ബന്ധപ്പെട്ട് നിൽക്കുന്നവരുടെ എണ്ണം കുറയുന്നു, കൃഷിയേക്കാൾ കൂടുതൽ വലിയ വരുമാനം കിട്ടുന്ന ഇടങ്ങൾ ഉണ്ടാവുന്നു, നിശ്ചിതമായ വരുമാനം കൃത്യമായ എന്നവണ്ണം കിട്ടുന്ന സംവിധാനങ്ങൾ രൂപപ്പെട്ടു വന്നു. ഇത് വന്നപ്പോഴേക്കും കൃഷിയിലേക്ക് ഇറങ്ങേണ്ട ഒരു ആവശ്യമില്ല, വേറെ വരുമാനം ഉണ്ടാവും എന്ന തരത്തിലേക്ക് എത്തി. അപ്പൊ സ്ഥിരമായി ലഭിക്കുന്ന ഒരു കൃഷി സ്ഥിരമായി ഇത്ര രൂപ കിട്ടും എന്നങ്ങനെ മുൻകൂട്ടി പറയാൻ പറ്റുന്നതല്ല. പക്ഷെ ഒരു സർക്കാർ ജോലി കിട്ടിയാൽ അത്രയും കൃത്യമായി വരുമാനമുണ്ട്, ശമ്പള സ്കെയിൽ ഉണ്ട്. ഉൽപ്പന്നങ്ങളുടെ ആധികാരികതയും ഗുണനിലവാരവും ജോലിസ്ഥലത്തെ ധാർമ്മികതയും ഉറപ്പാക്കും. ഇതിനു മുന്നോടിയായി സംസ്ഥാനത്തെ വിവിധ കൃഷിഭവനുകളിന്റെ കീഴിൽ ഇതുവരെ 1000-ലധികം കൃഷിക്കൂട്ടങ്ങൾ രൂപപ്പെട്ടിട്ടുണ്ട്. ഇവരിൽ നിന്നും ഗുണമേന്മയുള്ള ഉൽപ്പന്നങ്ങൾ കേരളം ബ്രാൻഡിന് കീഴിൽ കൊണ്ടുവരികയാണ് ലക്ഷ്യം. കയറ്റുമതി പ്രോത്സാഹനം, വിപണി വിപുലപ്പെടുത്തൽ, ഉയർന്ന നിലവാരമുള്ള സർട്ടിഫിക്കേഷൻ, മാർക്കറ്റിംഗ് സുഗമമാക്കൽ എന്നിവയ്ക്ക് പുറമെ ഉൽപ്പന്നങ്ങളുടെ മുഴുവൻ ശ്രേണിയും വിപണിയിൽ തന്ത്രപരമായി സ്ഥാപിക്കാൻ ബ്രാൻഡിങ്ങിന് സഹായിക്കുമെന്നും മന്ത്രി പറഞ്ഞു. ആലപ്പുഴ ചുങ്കം സ്റ്റേറ്റ് കോയർ മെഷീനറി മാനുഫാക്ചറിംഗ് ലിമിറ്റഡ് ഹാളിൽ സംഘടിപ്പിച്ച ചടങ്ങിൽ ഡെപ്യൂട്ടി കളക്ടർ ജിനു എബ്രഹാം അധ്യക്ഷത വഹിച്ചു. പ്രിൻസിപ്പൽ അഗ്രികൾച്ചറൽ ഓഫീസർ S. അനിൽകുമാർ, നബാർഡ് ജില്ലാ വികസന മാനേജർ TK പ്രേംകുമാർ, ആത്മ പ്രോജക്ട് ഡയറക്ടർ അനിത ജെയിംസ്, ആഗ്രി ഡെപ്യൂട്ടി ഡയറക്ടർമാരായ B. സ്മിത, MM റെജിമോൾ, ADA മാർക്കറ്റിംഗ് സിന്ധു, ADM അരുൺ തുടങ്ങിയവർ സംസാരിച്ചു. വിവിധ വിഷയത്തിൽ ശില്പശാലയും പരിപാടിയുടെ ഭാഗമായി സംഘടിപ്പിച്ചു. ലൈസൻസ് വിതരണം, പുതിയതായി രൂപീകരിച്ച FPOകൾക്കുള്ള സർട്ടിഫിക്കറ്റ് വിതരണം എന്നിവയും ചടങ്ങിൽ നിർവഹിച്ചു. കുടുംബി സേവാ സംഘം അമ്പലപ്പുഴ താലൂക്ക് യൂണിയന്റെ 50ാമത് വാർഷിക സമ്മേളനം അമ്പലപ്പുഴ MLA H. സലാം ഉദ്ഘാടനം ചെയ്തു. കുടുംബി സേവാ സംഘം അമ്പലപ്പുഴ താലൂക്ക് യൂണിയന്റെ 50ാമത് വാർഷിക സമ്മേളനം H. സലാം MLA ഉദ്ഘാടനം ചെയ്തു. ജാതിയിൽ പിന്നോട്ട് പോയ സമൂഹത്തെ ചവിട്ടിപ്പറ്റുന്ന പോലെയാണ് ഈ സമൂഹത്തിൽ ജീവിക്കുന്നത്. അങ്ങനെയാണ് പഠനങ്ങൾ പങ്കെടുക്കുന്നതൊക്കെ നാം ഉയർന്നു. അതാ പോയ കാലത്ത് കേരളത്തിൽ നിന്ന് നോക്കിയാൽ കാണാൻ കഴിയും, ഇന്ത്യയുടെ നിന്നുമായി നമ്മൾ വായിച്ചു നോക്കിയാൽ കാണാൻ കഴിയും.
അതിനോടെല്ലാം കേരളത്തിന്റെ നമ്മളെല്ലാം ചെറിയ ക്ലാസ്സിൽ തന്നെ പഠിച്ചു പോകുന്ന കേരളത്തിന്റെ സാമൂഹ്യ ചരിത്രമാണ്. ആ ചരിത്രം നമ്മളിത് നോക്കിക്കണം എന്ന് നമ്മൾ തലമുറയോട് പറയുന്നതിന്റെ കാര്യം എന്ന് ചോദിച്ചാൽ, കുറെ കാലം കഴിഞ്ഞാൽ ഈ ചരിത്രത്തിൽ വായിക്കുമ്പോൾ ഈ കാലത്തിന് വ്യത്യാസം മനസ്സിലാവില്ല. അതുകൊണ്ടാണ് ആലപ്പുഴ ജവഹർ ബാലഭവൻ ഹാളിലെ ഗാന്ധി കൃഷ്ണനഗറിൽ ചേർന്ന സമ്മേളനത്തിൽ കുടുംബി സേവാ സംഘം അമ്പലപ്പുഴ താലൂക്ക് പ്രസിഡന്റ് അനിൽ തിരുവമ്പാടി അധ്യക്ഷത വഹിച്ചു. പ്രതിനിധി സമ്മേളനം കുടുംബി സേവാ സംഘം സംസ്ഥാന ജനറൽ സെക്രട്ടറി TS ശരത് കുമാർ ഉദ്ഘാടനം ചെയ്തു. സംസ്ഥാന സീനിയർ വൈസ് പ്രസിഡന്റ് ജയപ്രസാദ്, സംസ്ഥാന സെക്രട്ടറി G രാജൻ, ടെക്നിക്കൽ എഡ്യൂക്കേഷൻ മുൻ ഡയറക്ടർ R ജയകുമാർ, സംസ്ഥാന ജോയിന്റ് സെക്രട്ടറി അജിത ഗണേശൻ, ബോർഡ് മെമ്പർമാരായ G അശോകൻ, K സുരേഷ് തുടങ്ങിയവർ സംസാരിച്ചു. KSS താലൂക്ക് യൂണിയൻ സെക്രട്ടറി ബിജു കൃഷ്ണൻ ചടങ്ങിന് സ്വാഗതം പറഞ്ഞു. ഉദ്ഘാടന സമ്മേളനത്തെ തുടർന്ന് വിവിധ മേഖലകളിൽ ഉന്നത വിജയം കൈവരിച്ചവരെ അനുമോദിച്ചു. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. 70ാമത് നെഹ്റു ട്രോഫി ജലോത്സവത്തിന്റെ ഭാഗമായുള്ള ഓഫീസിന്റെ പ്രവർത്തനം ആരംഭിച്ചു. ആലപ്പുഴ RD ഓഫീസിൽ ആരംഭിച്ച ജലോത്സവ കമ്മിറ്റി ഓഫീസിന്റെ ഉദ്ഘാടനം അമ്പലപ്പുഴ MLA H സലാം നിർവഹിച്ചു. കേരള സ്റ്റേറ്റ് ഇലക്ട്രിസിറ്റി ബോർഡ് പെൻഷനേഴ്സ് കൂട്ടായ്മയുടെ ആലപ്പുഴ ജില്ലാ പ്രതിനിധി സമ്മേളനം ബ്രദേഴ്സ് ഹാളിൽ സംഘടിപ്പിച്ചു. KSEB മുൻ ബോർഡ് മെമ്പർ കൂടിയായ മുഹമ്മദ് അലി റാവുത്തർ പ്രതിനിധി സമ്മേളനത്തിന്റെ ഉദ്ഘാടനം നിർവഹിച്ചു. ഗവൺമെന്റ് മുഹമ്മദൻസ് ബോയ്സ് ഹയർ സെക്കൻഡറി സ്കൂളിലെ സാഹിത്യ ക്ലബിന്റെ നേതൃത്വത്തിൽ റേഡിയോ ക്ലബിന് തുടക്കമായി. അമ്പലപ്പുഴ MLA H സലാം റേഡിയോ ക്ലബിന്റെ ഉദ്ഘാടനം നിർവഹിച്ചു. സംസ്ഥാനത്തെ പ്രധാന ഉൽപ്പന്നങ്ങളെല്ലാം കേരള ബ്രാൻഡിന് കീഴിൽ ഘട്ടം ഘട്ടമായി കൊണ്ടുവരുമെന്ന് സംസ്ഥാന കൃഷി വകുപ്പ് മന്ത്രി P പ്രസാദ് അഭിപ്രായപ്പെട്ടു. FPO അംഗങ്ങൾക്കുള്ള ബോധവൽക്കരണ പരിപാടിയുടെ ഉദ്ഘാടനം നിർവഹിച്ച് സംസാരിക്കുകയായിരുന്നു മന്ത്രി. കുടുംബി സേവാ സംഘം അമ്പലപ്പുഴ താലൂക്ക് യൂണിയന്റെ 50ാമത് വാർഷിക സമ്മേളനം അമ്പലപ്പുഴ MLA H സലാം ഉദ്ഘാടനം ചെയ്തു. കുടുംബി സേവാ സംഘം സംസ്ഥാന ജനറൽ സെക്രട്ടറി TS ശരത് കുമാർ പ്രതിനിധി സമ്മേളനത്തിന്റെ ഉദ്ഘാടനവും നിർവഹിച്ചു. ഇതോടെ വാർത്തകൾ കഴിഞ്ഞു. നമസ്കാരം.